വളരെ പ്രധാനപ്പെട്ട വിവരമാണ് ഹരി. ഈ പഞ്ചലോഹ വിഗ്രഹങ്ങൾ കടത്തി എന്നുള്ള ഒരു ആരോപണം ഉണ്ടായിരുന്നു. എന്നാൽ പഞ്ചലോഹ വിഗ്രഹങ്ങൾ ശബരിമലയിൽ നിന്ന് മോഷണം പോയതായിട്ട് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. പഞ്ചലോഹ വിഗ്രഹങ്ങൾ ഒന്നും മോഷണം പോയിട്ടില്ല. മാത്രമല്ല പഞ്ചലോഹ വിഗ്രഹങ്ങളുടെ ഇടപാടുകൾ ഏതെങ്കിലും വിദേശത്തേക്ക് കടത്തിയതായിട്ട് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഡിമണി തന്നെ ആദ്യം നമ്മൾ പോയി കാണുമ്പോൾ തന്നെ പറയുന്നുണ്ട്. ഡിമണിയുടെ പ്രതികരണം നമുക്ക് കൊടുക്കാവുന്നതാണ് അല്പസമയത്തിനുള്ളിൽ. നേരത്തെ നമ്മളെടുത്ത പ്രതികരണം, തനിക്ക് ഇതുമായിട്ടൊന്നും ഒരു ബന്ധവുമില്ല, താൻ ഈ സൈക്കിൾ ചവിട്ടി ഇങ്ങനെ കച്ചവടമൊക്കെ നടത്തിക്കൊണ്ടിരുന്ന ഒരാളാണ് എന്നതിനും അപ്പുറത്തേക്കൊന്നും ഡിമണി നമ്മളോട് പറഞ്ഞിട്ടുമില്ല. ഡിമണിക്ക് ചോദ്യം ചെയ്തതിൽ നിന്ന് SITക്ക് ബോധ്യമായത് അതൊരു ഉണ്ടയില്ല വെടി എന്നാണോ? അരുൺ, കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ അതൊരു പുകയായി പോയി എന്നുള്ളതാണ് സത്യം. കാരണം SITക്ക് ഇതിനോടകം തന്നെ മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഡിമണി, ശ്രീകൃഷ്ണൻ ഈ പറയുന്ന രണ്ടുപേർക്ക് തമിഴ്നാട്ടിൽ ചില ദുരൂഹമായിട്ടുള്ള ഇടപാടുകളുണ്ട്. പക്ഷെ അതിനൊന്നും തന്നെ സ്വർണ്ണക്കൊള്ളയുമായോ വിഗ്രഹക്കടത്തുമായോ പുരാവസ്തു തട്ടിപ്പുമായോ ഒന്നും നേരിട്ട് ബന്ധമില്ല. അല്ലെങ്കിൽ അങ്ങനെ അതുണ്ടെങ്കിൽ അതിനുള്ള തെളിവുകൾ SITക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് SIT പറയുന്നത്. അതായത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധിപ്പിക്കാനുള്ള ഒരു തെളിവ് പോലും നിലവിൽ SITയുടെ പക്കലില്ല. മാത്രമല്ല ഈ മൊഴി കൊടുത്തിട്ടുള്ള പ്രവാസി വ്യവസായി, പത്തനംതിട്ട സ്വദേശിയായിട്ടുള്ള പ്രവാസി വ്യവസായിയുമായി ഡിമണിക്ക് നേരിട്ട് ബന്ധമുണ്ട് എന്നുള്ളത് പോലും കണ്ടെത്താൻ ഇതേവരെ SITക്ക് കഴിഞ്ഞിട്ടില്ല. അതായത് അങ്ങനെ ഒരു ബന്ധമില്ല എന്ന് തന്നെയാണ് ഇതുവരെയുള്ള അന്വേഷണത്തിൽ SITക്ക് ബോധ്യപ്പെട്ടത്. മാത്രമല്ല ഈ മൊഴികളിൽ പോലും വൈരുദ്ധ്യമുണ്ട് എന്നുള്ളതാണ്. ഈ പ്രവാസി വ്യവസായി നൽകിയിട്ടുള്ള മൊഴികൾ, അതിനകത്ത് പോലും വൈരുദ്ധ്യമുണ്ട് എന്ന് SIT പറയുന്നുണ്ട്. അതായത് ആദ്യം ഈ വിഗ്രഹക്കടത്തുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ പറയുന്ന പ്രവാസി വ്യവസായി നൽകിയിട്ടുള്ളത്. അതായത് താൻ ചില വിഗ്രഹങ്ങൾ കണ്ടു, തുണി മൂടപ്പെട്ട നിലയിൽ ചില വിഗ്രഹങ്ങൾ കണ്ടു എന്ന് പറയുന്നു. വീണ്ടും മൊഴിയെടുക്കാൻ വേണ്ടി SIT അവിടെ പോയ സമയത്ത് ഈ പ്രവാസി വ്യവസായി പറയുന്നത് അത് വിഗ്രഹങ്ങളല്ല, മറിച്ച് ചില ഉരുപ്പടികൾ ചാക്കിക്കെട്ടിയ നിലയിൽ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് താനത് ഇങ്ങനെ ഈ ഉരുപ്പടികൾ ശബരിമലയിലെ ഉരുപ്പടികളാണെന്ന് തന്നോട് ഡിമണി പറയുകയും അങ്ങനെയാണ് താൻ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പുരാവസ്തു തട്ടിപ്പാണ് അല്ലെങ്കിൽ പുരാവസ്തു കടത്താണ് അപ്പോൾ അവിടെ നടത്താൻ ഉദ്ദേശിച്ചതെന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ പ്രവാസി വ്യവസായി പറയുന്നത്. അതായത് ആദ്യം വിഗ്രഹമായും പിന്നീട് ശബരിമലയിലെ ഉരുപ്പടിയുമായിട്ടും വ്യത്യസ്തമായ മൊഴികൾ അല്ലെങ്കിൽ വൈരുദ്ധ്യമുള്ള മൊഴികൾ ഈ പ്രവാസി വ്യവസായി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് SIT പറയുന്നത്. അതുകൊണ്ട് ഈ മൊഴികളിൽ പോലും വൈരുദ്ധ്യമുണ്ട്. അത് അന്വേഷിച്ച് ചെല്ലുമ്പോൾ അതിനെ കണക്ട് ചെയ്യാൻ കഴിയുന്ന ഒരു ലിങ്കോ അല്ലെങ്കിൽ ഒരു തെളിവോ നിലവിൽ SITക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് ഡിമണിക്ക് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധമില്ല. ഇയാളുടെ സുഹൃത്തുക്കളായിട്ടുള്ള ശ്രീകൃഷ്ണന് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധമില്ല. അതുപോലെ മറ്റാളുകൾ, അതായത് നേരത്തെ നമ്മൾ കണ്ട ബാലമുരുകൻ അടക്കമുള്ള ഡിമണിയോടൊപ്പം ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച മറ്റാളുകൾ, ഇവർക്ക് ആർക്കും തന്നെ നേരിട്ട് ഒരു തരത്തിലുള്ള പങ്കുമില്ല എന്നുള്ളത് SIT കണ്ടെത്തിയിരിക്കുന്നു. ഈ തമിഴ്നാട്ടിൽ ഇവർക്കുള്ള ഇടപാടുകൾ അതിനെക്കുറിച്ച് SITക്ക് അന്വേഷിക്കേണ്ട കാര്യമില്ല. മാത്രമല്ല പ്രാഥമികമായി ഇതേക്കുറിച്ച് തിരക്കിയപ്പോൾ ഇത് തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കാനുള്ള ഒരു ഘടകങ്ങളും ഇല്ല എന്ന് മനസ്സിലായതോടുകൂടി ഒറ്റത്തവണ ചോദ്യം ചെയ്തുകൊണ്ട് പരമാവധി ഒറ്റത്തവണ ചോദ്യം ചെയ്തുകൊണ്ട് അതങ്ങ് അവസാനിപ്പിച്ചു എന്നുള്ളതാണ് SIT ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് പ്രവാസി വ്യവസായി പറഞ്ഞിട്ടുള്ള മൊഴിയിൽ പറയുന്ന കാര്യങ്ങളിൽ ഒന്നുപോലും തെളിവുകൾ കൊണ്ട് സമർത്ഥിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും ചുരുക്കം. തിരുവനന്തപുരത്ത് ഡിമണി വന്നിട്ടുണ്ട്, ശ്രീകൃഷ്ണനും തിരുവനന്തപുരത്ത് വന്നിട്ടുണ്ട്. ശ്രീകൃഷ്ണൻ വന്നത് മകളെ കാണാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള കാര്യം SIT ഉറപ്പിക്കുന്നുണ്ട്. ഡിമണി വന്നിട്ടുള്ളത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയിട്ടുണ്ട്, ശബരിമലയിൽ പോയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ കൂടി കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ അതൊന്നും തന്നെ ഇവിടങ്ങളിലുള്ള വിഗ്രഹങ്ങളോ അല്ലെങ്കിൽ ഇവിടെയുള്ള ഉരുപ്പടികൾ കടത്താൻ വേണ്ടിയിട്ടോ ആണെന്ന് SITക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതായത് യാഥാർത്ഥ്യത്തിൽ ഡിമണിയും സ്വർണ്ണക്കൊള്ളയും പുരാവസ്തുവും വിഗ്രഹക്കടത്തും തമ്മിൽ പരസ്പരം ഒന്നും തന്നെ ബന്ധിപ്പിക്കാൻ SITയുടെ പക്കൽ ഒന്നുമില്ല. മാത്രമല്ല SITക്ക് ഇപ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പ്രവാസി വ്യവസായി നൽകിയിട്ടുള്ള ഒരു മൊഴി അല്ലെങ്കിൽ ഒരു നിഗമനമാണത്. പ്രവാസി വ്യവസായി നൽകിയിട്ടുള്ള ഈ മൊഴി എന്ന് പറയുന്നത് ഒരു പക്ഷേ ഏതെങ്കിലും സമയത്ത് ഈ ബിസിനസ്സുമായി ബന്ധപ്പെട്ട്, കച്ചവടവുമായി ബന്ധപ്പെട്ട്, വ്യവസായവുമൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവർ തമ്മിൽ ഏതെങ്കിലും സമയത്ത് ബന്ധപ്പെട്ടിട്ടുണ്ടാകും. അന്ന് ആ സമയത്ത് ഇവർ തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള വൈരാഗ്യം ഉണ്ടായിരിക്കാം. അതുകൊണ്ടാവാം ഒരുപക്ഷെ ഇപ്പോൾ ഇത്തരത്തിലൊരു മൊഴി നൽകുന്നത്. എന്തായാലും പ്രവാസി വ്യവസായിക്കെതിരെ ഒരു നടപടിക്കൊന്നും SIT കടക്കുന്നില്ല. പക്ഷേ ഇത് ഈ പ്രവാസി വ്യവസായിയുടെ മൊഴി ഇതോടുകൂടി അങ്ങ് അവസാനിപ്പിക്കുക അല്ലെങ്കിൽ ആ പറയുന്ന വെളിപ്പെടുത്തൽ മേലുള്ള അന്വേഷണം ഇതോടുകൂടി അവസാനിപ്പിക്കുക എന്നുള്ളതാണ് SIT ഉദ്ദേശിക്കുന്നത്. അതിനപ്പുറത്തേക്ക് കടന്നു ചെന്നുകൊണ്ട് ഇനിയിപ്പോൾ ഉള്ള ആറാഴ്ചയ്ക്കുള്ള സമയം അത് നഷ്ടപ്പെടുത്തേണ്ടതില്ല എന്ന് തന്നെയാണ് SIT കരുതുന്നത്. അതായത് ഇതുവരെ കണ്ടെത്തിയിട്ടുള്ള പ്രതികൾ, ഇതുവരെ കണ്ടെത്തിയിട്ടുള്ള തെളിവുകൾ, ഇതിനപ്പുറത്തേക്ക് പുതുതായിട്ട് നിലവിലൊന്നും തന്നെ SITയുടെ മുൻപിലേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ അന്വേഷണ പുരോഗതി റിപ്പോർട്ടിൽ വളരെ നിർണായകമായ ഒരു വെളിപ്പെടുത്തൽ എന്നുള്ള നിലയിൽ കണക്കാക്കിയത് കൊണ്ട് തന്നെയാണ് ഈ അന്വേഷണ പുരോഗതി റിപ്പോർട്ടിൽ ഇതിനൊന്നും തെളിവില്ല എന്നുള്ളത് SIT പറയുന്നത്. പ്രത്യേകിച്ച് മുൻ ആഭ്യന്തരമന്ത്രി കൂടിയായിട്ടുള്ള രമേശ് ചെന്നിത്തല കണക്ട് ചെയ്ത് കൊടുത്ത ഒരു വ്യക്തിയാണ് ഈ പ്രവാസി വ്യവസായി എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അതിന്റെ കൃത്യമായ വിവരങ്ങൾ ഹൈക്കോടതിയെ ധരിപ്പിക്കാൻ വേണ്ടി SIT തീരുമാനിച്ചത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇതിന്റെ ഒരു പാലം എന്നുള്ള നിലയിൽ മാത്രമാണ് രമേശ് ചെന്നിത്തല നിന്നിട്ടുള്ളത്. അതായത് പ്രവാസി വ്യവസായി ഒരു കാര്യം പറയുന്നു, അത് SITയുടെ തലവനായിട്ടുള്ള H വെങ്കടേഷിന് ഒരു കത്തെഴുതി അറിയിക്കുന്നു. അതിനുശേഷം മൊഴി കൊടുക്കാൻ വേണ്ടി SITയുടെ ഓഫീസിൽ വരുന്നു. അത് കഴിഞ്ഞ് പത്തനംതിട്ടയിലെ വ്യവസായി SIT കണ്ടുപിടിക്കുന്നു. ഇങ്ങനെയാണ് അതിന്റെ പ്രോസസ് ഇത്രയും ദിവസം നടന്നത്. പക്ഷേ ഇനിയിപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണം പോലും ഉണ്ടാകില്ല എന്ന് വ്യക്തമായിരിക്കുകയാണ്. അരുൺ.
ഓക്കെ, അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അങ്ങനെ പഞ്ചലോഹ വിഗ്രഹങ്ങൾ കടത്താൻ പ്രവാസി വ്യവസായി നൽകിയ മൊഴി, അതുമായി ബന്ധപ്പെട്ട് രമേശ് ചെന്നിത്തല നൽകിയ മൊഴി എല്ലാം ആവിയായിരിക്കും. ആ കാര്യത്തിൽ ഇനി അന്വേഷണം ഉണ്ടാവില്ല. ഡി മണിക്ക് ക്ലീൻ ചിറ്റ്.